ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നമ്മൾ അഡ്വന്റ് മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ക്രിസ്മസിനുള്ള ഒരുക്കത്തിൻ്റെതായ ദിവസങ്ങൾ. അപ്പം RRCയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസം, ഇന്ന് നമ്മുടെ വിരുന്നാഘോഷത്തിൻ്റെ ദിവസമാണ്. നിങ്ങളെല്ലാവരെയും ഈ ആഘോഷത്തിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 24-ാമത്തെ അധ്യായം 44-ാം തിരുവചനം. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. ജാഗരൂകതയോടുകൂടി ആയിരിക്കുവാനായിട്ടാണ് ഈശോ ആവശ്യപ്പെടുക. ഒരു ഒരുക്കം ആവശ്യമാണ്. കാരണം നിങ്ങളെ കാണുവാനായിട്ട് മനുഷ്യപുത്രൻ വരും. അത് പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ്. ഈശോയുടെ രണ്ടാമത്തെ ആഗമനാണ് പറയുക. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ അവൻ വരുമ്പോൾ നിങ്ങൾ ഒരുക്കമുള്ളവരായിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവനോടൊപ്പം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിനല്ലെങ്കിൽ പോലും ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണല്ലോ. ഈ 25 ദിവസങ്ങൾ നമുക്ക് ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താം. ഒന്നേ ഉള്ളൂ, ക്രിസ്തു എൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടു കൂടി കടന്നു വരാനായിട്ട് പറ്റണം. ഒരു ബ്ലോക്കുമില്ലാതെ ക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിൽ നിരന്തരം വസിക്കുവാനായിട്ട് സാധിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ ജീവിതത്തെ നന്നായിട്ടൊന്ന് പരിശോധിക്കണം. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ഞാൻ മാറ്റിക്കളയേണ്ടതായിട്ടുള്ളത്, എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റേണ്ടതായിട്ടുള്ളത്. ഒന്നേ ഉള്ളൂ, ജീവിതത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ എടുത്ത് നീ ഒന്ന് പരിശോധിക്കുക. ഇതെൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമായിരിക്കുമോ? ഇത് സ്വർഗത്തിന് ഇണങ്ങിയതാണോ? നീ പരിശോധിച്ച് കഴിഞ്ഞാൽ പലതും പറിച്ചു മാറ്റേണ്ടതായിട്ട് വരും. ഒന്നേ ഉള്ളൂ, നിൻ്റെ ക്രിസ്തുവിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ നീ ഏറ്റെടുക്കുന്ന സഹനം. നല്ല ഒരുക്കത്തിൻ്റെ ദിവസങ്ങളായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിൻ്റെ പിറവി തിരുനാളിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുങ്ങുമ്പോൾ ഈശോയെ, ജീവിതത്തെ നന്നായിട്ടൊന്ന് വിലയിരുത്തുവാൻ, നിനക്ക് വേണ്ടി പറിച്ചു മാറ്റേണ്ടതിനെല്ലാം പറിച്ചു കളയുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ഈശോയെ, നിനക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ശക്തി നൽകണമേ. ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. സർവ്വവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ